എൻ്റെ സുരേഷ് ഗോപിയേട്ടാ, ഈ ചിത്രം കണ്ടപ്പോൾ ഭയങ്കരമായ സന്തോഷം. സുരേഷ് ഗോപിയേട്ടൻ ചില സിനിമകളിലൊക്കെ ഏകലവ്യനിൽ, കമ്മീഷണറിൽ ഒക്കെ ചില പദപ്രയോഗങ്ങളും ചില ആളുകളെക്കുറിച്ചൊക്കെ പറയാറില്ലേ, പരമനാറികളും പരമദണ്ഡികളും ഒക്കെയായ ചില മനുഷ്യരെക്കുറിച്ച്. അത് കാശ് വാങ്ങി കഥാപാത്രത്തിന് വേണ്ടി പറയുന്നതാണെങ്കിലും അവരെ നേരിൽ കാണുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമാണ്. ഏതായാലും അങ്ങനെ ഒരു അനുഗ്രഹം ലഭിച്ച ആളാണ് എൻ്റെ സുരേഷ് ഗോപിയേട്ടൻ. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയേട്ടന് ഈ ജന്തുവിനെ കാണാനൊരു അവസരം കിട്ടിയത്. മോശക്കാരനല്ല പുള്ളി. സുരേഷ് ഗോപിയേട്ടന് സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഈ പറയുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ ഒക്കെ ചില കെറുവും പിണക്കവും ഒക്കെ ചിലർക്കുണ്ടാവാം. എന്നാൽ മൃതദേഹങ്ങളിലും ദുരന്തങ്ങളിലും സേവന പ്രവർത്തനങ്ങളിലും ജീവൻ രക്ഷാപ്രവർത്തനങ്ങളിൽ പോലും വെറുപ്പും വിദ്വേഷവും പേറുന്ന ഇവനെയൊക്കെ കണ്ടുമുട്ടാൻ ആ ഭാഗ്യം ലഭിച്ച സുരേഷ് ഗോപിയണ്ണൻ്റെ ഒരു വലിയ വലിപ്പമുണ്ടല്ലോ, അത് സാധ്യമായത് ഗോപിയണ്ണൻ അതിൽ പോയതുകൊണ്ടാണ്. വേറൊരു പാർട്ടിക്കാർക്കും കിട്ടുന്നൊരു പുണ്യമല്ല ഗോപിയേട്ടന് കിട്ടിയിരിക്കുന്നത്. ആ മൃദുല മനോഹരമായ താത്വിക അവലോകനം നടത്തുന്ന വിശുദ്ധ ശരീരത്ത് ആ കൈകൾ കൊണ്ട് സ്പർശിക്കാൻ കഴിയുകയും അതുതന്നെ ഫുൾ കൈ ഇട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും അറിയാൻ കഴിയാത്തവണ്ണം മുകളിലൂടെ തലോടാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അത് ഊരിയാൽ വലിയ പ്രശ്നമാണ്, പക്ഷേ അത് ഊരുന്നതിനേക്കാളും വലിയ പ്രശ്നമാണ് ഈ വായ തുറന്നാൽ. ഏതായാലും സുരേഷേട്ടൻ അങ്ങോട്ട് അടുത്ത് ചേർന്ന് ഒന്ന് ബലമായി ആലിംഗനം ചെയ്ത് നെഞ്ചിലമർത്തു. കാരണം ഇതൊരു മുതലാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ട മുതൽ. ഇതിന് പറ്റുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കേൾക്കാമായിരുന്നു. അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് അങ്ങ് പോയി വളരെ പെട്ടെന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടി ഒരു സ്മരണ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഏതായാലും സുരേഷ് ഗോപിയേട്ടൻ വലിയ ഭാഗ്യവാനാണ്. ചേർത്തങ്ങോട്ട് പിടിക്കുക, പിടിച്ചങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് ചേർത്തങ്ങോട്ട് അമർത്ത്. സ്നേഹം കൊണ്ടുള്ള അലുവായിലൊക്കെ കടിക്കുന്ന പോലെ, കറുത്തലുവായി കടിക്കുന്ന പോലെ ഒരു കടിയം കൊടുക്കുക.